ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് ഈ ഒരു ഫോണ് ഒരു 10-15 മിനിറ്റ് നേരം നമുക്ക് വെള്ളത്തിൽ മുക്കി വെക്കാം. അതാണ് നമ്മളുടെ എക്സ്പെരിമെൻറ്റ്. അത് ചെയ്തത് വേറെ ആരുമില്ല, എൻ്റെ ഈ പുത്രി തന്നെയാണ് കേട്ടോ. അവൾക്ക് കാത്തിട്ട് കൊടുത്തിട്ട് ഞാനൊന്ന് അപ്പുറത്ത് വരെ പോയതാണ്. തിരിച്ചു വന്ന് നോക്കുമ്പോൾ പൈപ്പ് തുറന്ന് വെള്ളത്തിൽ നല്ല കളിയാണ്. ഞാൻ ഓടി ചെന്ന് എടുക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും വെള്ളത്തിൻ്റെ അടിയിൽ, ബക്കറ്റിൻ്റെ അടിയിൽ ഇങ്ങനെ ചിരിച്ച് കിടപ്പുണ്ടായിരുന്നു. എന്താ ചെയ്യുക, വേഗം ചാടിക്കയറി എടുത്ത് കുലുക്കി കളഞ്ഞപ്പോൾ ഒരു ലോഡ് വെള്ളം കിട്ടി. പിന്നെ എൻ്റെ ഒരു ആശ്വാസത്തിന് ഞാൻ നേരെ അരിയും ബക്കറ്റിൽ കൊണ്ടുവച്ചു. ഒരു 3-4 മണിക്കൂർ വരെ അരിയും ബക്കറ്റിൽ കൊണ്ടുവച്ചപ്പോൾ എൻ്റെ വിചാരം ഇപ്പം റെഡിയാവുന്നായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾ നേരത്തെ കണ്ട പോലെ ആ ഒരു സൈഡിൽ ഒരു വെള്ള കളർ ഇങ്ങനെ കയറി വരുന്നുണ്ടായിരുന്നു കേട്ടോ. അതുമാത്രമല്ല, സ്പീക്കറും അടിച്ചു പോയി. അതുപോലെ തന്നെ ക്ലോസും ഓപ്പണും ചെയ്യണ ആ ബട്ടണും വർക്ക് ആവണില്ല, ഹാങ് ആവണുണ്ട്. ഒരു 4-5 പ്രാവശ്യം ഞെക്കി കഴിഞ്ഞാൽ ഓൺ ആവണോ എന്ന് ചോദിച്ചിട്ടായിരിക്കും അത് ഓപ്പൺ ആയിട്ട് വരിക. അങ്ങനെ ആയി കഴിയുമ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മൾ നേരെ ഇമേജിലോട്ട് വിട്ടുട്ടോ. ഇവിടെ നിന്നാണ് നമ്മൾ ഫോൺ വാങ്ങിച്ചത്. അത് കാക്കു എനിക്ക് സർപ്രൈസ് ആയിട്ട് വാങ്ങിച്ചു തന്ന ഫോണാണ് കേട്ടോ. എൻ്റെ എത്രാമത്തെ ഫോണാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ഐഡിയ ഇല്ല. കാരണം ഇവളുമാരുള്ളതുകൊണ്ട് ഫോണിനധികം ആയുസ് ഉണ്ടാവാറില്ല കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ ഇമേജ് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒരു ബൈച്ചേട്ടൻ റെഡിയാക്കി തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 4 ദിവസത്തേക്ക് ഫോണ് അവരുടെ വേറെ സർവീസ് സെൻറ്ററിൽ കൊടുക്കണം. അപ്പോൾ 4 ദിവസം കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ. അങ്ങനെ നമ്മളവിടെ നിന്ന് ബസ്സൊക്കെ കയറി നേരെ നമ്മൾ പോയത് ബാപ്പിച്ചിയുടെ അടുത്തേക്കാണ് കേട്ടോ. കാരണം ബാപ്പിച്ചിയുടെ ഫോൺ എൻ്റെ കയ്യിലായിരുന്നു. അങ്ങനെ ഫോണും കൊടുക്കാം, എനിക്ക് കാക്കൂനെയും കാണാം, നുഹമ്മക്ക് ബാപ്പിച്ചീനെയും കാണാം. അങ്ങനെ ഞങ്ങൾ ബാപ്പിച്ചിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആള് കുറച്ച് തിരക്കിലായിരുന്നു. ആ ഒരു ടൈമിൽ നല്ല തിരക്കുള്ള സമയമാണ്. 3000 രൂപ തലേന്ന് ഒഴിഞ്ഞു പോയതിൻ്റെ ആശ്വാസത്തിലാണ് കേട്ടോ കാക്കു. നമുക്ക് വാറണ്ടി ഉള്ളതുകൊണ്ട് പൈസ ആയില്ല, അവരത് റെഡിയാക്കി തരാമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അതുകൊണ്ട് തന്നെ വലിയ ആശ്വാസം കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ കാര്യം എൻ്റെ മോള് മറന്നേക്കുന്നതാണ് വീട്ടിൽ നിന്ന് പോയപ്പോൾ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നേരെ ഞാൻ ചെന്ന് ആദ്യം ചോദിച്ചു പൈസ വല്ലതും വേണ്ടി വരും, കാരണം നമ്മളുടെ കയ്യിൽ വാറണ്ടി കഴിഞ്ഞിട്ട് 2 ദിവസമായിരുന്നു. ഇത് കാക്കുവിൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ. എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുന്ന ആകെ 3 ലൈക്ക് കിട്ടാറുള്ളൂ, ഇതിൽ 2 ലൈക്ക് ഇവരുടേതാണ് കേട്ടോ. അപ്പോൾ ആ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ കാക്കുവിനെ കാണാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ചൂട് നെയ്ച്ചോറും നല്ല അടിപൊളി ചില്ലിയും കിട്ടും കേട്ടോ. ഡെയിലി കാക്കു ചില്ലിയും പൊറോട്ടയും നെയ്ച്ചോറൊക്കെ കൊണ്ടുവരുന്നുണ്ടെങ്കിലും കടയിൽ പോയിട്ട് ഫ്രഷ് ആയിട്ട് കഴിക്കുമ്പോൾ അതിൻ്റെ ഫീലൊന്ന് വേറെയാണ് കേട്ടോ. അങ്ങനെ കാക്കു നല്ല തിരക്കിലാണ്, അതുകൊണ്ട് അധികം നേരം അവിടെ നിന്ന് ബുദ്ധിമുട്ടിച്ചില്ല. അങ്ങനെ ഞങ്ങൾ കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു പോന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂട്ടുവിടാൻ മറക്കല്ല.